ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു കുമ്പളങ്ങ കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് ചിക്കൻ കറിയുടെ ടേസ്റ്റിലാണ് വെക്കണത്, ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാലേ ഈ കുക്കറിലിട്ട് വേവിക്കണില്ല, അത് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുത്ത് ഞാൻ നല്ലോണം കഴുകിയെടുത്തു കുമ്പളങ്ങയൊക്കെ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല വേണം, കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്, ചെറിയൊരു പുളി രസത്തിന് വേണ്ടിയിട്ട്. ഉപ്പും ചേർത്ത് വിനാഗിരിയും ചേർത്ത് കൈകൊണ്ട് നല്ലോണം തിരുമ്മി എടുത്തു വിട്ടാൽ. പിന്നെ നാളികേരപ്പാലിലാണ് വെക്കണതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ചിരകിയെടുത്തു. ഒരു മുറി നാളികേരമാണ് കേട്ടോ ഞാൻ ചിരകിയെടുത്തത്. ഇനി മിക്സിയിൽ അരച്ചെടുത്തു വിട്ടെ, നല്ലോണം പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് അരച്ചെടുത്ത്. അതിൻ്റെ തലപ്പാൽ ഞാൻ മാറ്റി വെച്ചു. പിന്നെ രണ്ടാം പാലും മൂന്നാം പാലും ഞാൻ കുമ്പളങ്ങ പുരട്ടി വെച്ചേക്കണതിൽ തന്നെ ചേർത്ത് കൊടുത്തു വിട്ടാ. ആ നാളികേരപ്പാലിൽ കിടന്ന് കുമ്പളങ്ങ വേവാൻ വേണ്ടിയിട്ട് രണ്ടാം പാലും മൂന്നാം പാലും കുമ്പളങ്ങയിൽ ചേർത്ത് കൊടുത്ത് അടുപ്പത്ത് വെച്ചു വിട്ടാ. ഇനി ആ നാളികേരപ്പാലിൽ കുമ്പളങ്ങ വേവണ വരെ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കാനായിട്ട് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളി നീളത്തിലാണ് അരിഞ്ഞെടുക്കണത് കേട്ടോ. കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട് നല്ലോണം. അവസാനം തലപ്പാലൊഴിച്ച് ഒന്ന് തള വരുമ്പോഴേക്കും വാങ്ങിയെടുത്തു. പിന്നെ ഉള്ളി കാച്ചാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി നല്ലോണം വാട്ടിയെടുത്തു. അതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.